സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ അത് ദീപപീഠത്തിന്മേൽ വയ്ക്കുന്നു. വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും മറഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുക. എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടിയും എടുക്കപ്പെടും. പിന്നീട് അവൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവനുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും നിന്റെ സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അറിയിച്ചു. അവൻ അവരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. ചിലവരെയുള്ളവർ ഈശോയിൽ ഭാഗഭാഗിത്വം സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായി വചനം ശ്രവിച്ച് ജീവിക്കാനുള്ള ഒരു ധർമ്മം, ഒരു വിളി നമുക്കുണ്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇതിനാണ് നമ്മൾ ക്രൈസ്തവരായിരിക്കേണ്ടതും. പേരിന് മാത്രം ക്രൈസ്തവരാകുന്നതിനും അപ്പുറം നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തു എത്രത്തോളം പ്രകാശിതമാകുന്നു അത് നമുക്ക് ധ്യാന വിഷയമാക്കാം.